ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കീർത്തി കിത്തൂസ് വ്ളോഗ്സ്. കീർത്തി കിത്തൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയോധ്യയിലെ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ഒരു നഗരമായ അയോധ്യ ഏറ്റവും പവിത്രമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. രാമജന്മഭൂമി ക്ഷേത്രം എന്നറിയപ്പെടുന്ന അയോധ്യ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ബസ്സിലാണ്. നമ്മൾ അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയോധ്യയിലെ ഇതിഹാസ രാജാവും മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരവുമായ ശ്രീരാമനെ സമർപ്പിച്ചിരിക്കുന്ന മഹത്തായ ക്ഷേത്രമാണ് അയോധ്യ. അങ്ങനെ നമ്മൾ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്നിടത്ത് നിന്നും അയോധ്യ ക്ഷേത്രത്തിലേക്ക് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങൾ ബസ്സിലാണ് പോയേക്കുന്നത്. അങ്ങനെ നമ്മൾ അയോധ്യ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബസ്സിൽ നിന്നിറങ്ങി കുറച്ച് ദൂരം നമ്മൾ നടന്നിട്ട് വേണം അവിടേക്ക് എത്താനായിട്ട്. അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒത്തിരി കച്ചവടക്കാരെ നമുക്ക് കാണാം. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. നമ്മൾ ഹനുമാൻ ക്ഷേത്രത്തിലാണ് ആദ്യം കയറിയത്. അവിടെ നിന്നാണ് അയോധ്യ ടെമ്പിളിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ അയോധ്യ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് അയോധ്യ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ്. ശ്രീരാമൻ്റെ ജന്മസ്ഥലമായ അയോധ്യയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അയോധ്യ ടെമ്പിളിലേക്ക് നമ്മൾ കയറാണ്. ഇവിടെ ഒത്തിരി സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ കുറേ നേരത്തെ ക്യൂ നിന്നും സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അയോധ്യ ടെമ്പിളിന് ഉള്ളിൽ കയറാൻ പോവുകയാണ്. പിന്നീട് ഞങ്ങൾ ലോക്കറിൽ വെച്ചിരുന്ന ചെരുപ്പും ബാഗും ഒക്കെ എടുത്തു. ചെരുപ്പും ബാഗും അങ്ങനെയുള്ള എല്ലാം നമ്മൾ ലോക്കറിൽ വെച്ചിട്ട് വേണം ഉള്ളിൽ കയറാനായിട്ട്. ഇതേ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് പ്രസാദം. അയോധ്യ ടെമ്പിളിന് അടുത്തായി സ്ഥിതി ചെയ്യുന്നതാണ് കനക് ഭവൻ. ശ്രീരാമനും ഭാര്യ സീതാദേവിക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ശ്രീരാമനുമായുള്ള വിവാഹത്തിന് ശേഷം ഭാര്യ സീതാദേവി താമസിച്ചിരുന്ന സ്ഥലമാണിത്. കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ച വാസ്തുവിദ്യയാണിത്. മനോഹരമായ മുറ്റം, പൂജയും ആരതിയും മൺകല്ലും മാർബിളും ഒക്കെ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രം ഭക്തർക്ക് പ്രസാദവും നൽകുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അതൊക്കെ കുറേ സമയം നോക്കി നിന്നു ആ കാഴ്ചകൾ. ക്ഷേത്രത്തിലെ കൊത്തുപണികളും അലങ്കാരങ്ങളും എല്ലാം വളരെ മനോഹരമായിരുന്നു. അതുപോലെ തന്നെ വളരെ അത്ഭുതകരമായ കാഴ്ചകളും എല്ലാം വളരെ മനോഹരമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ലക്ഷ്മണൻ്റെ അകമ്പടിയോടുള്ള ശ്രീരാമനാണ് അവിടുത്തെ പ്രധാന ദേവത. ഹനുമാൻ, ശ്രീരാമൻ, ശിവൻ തുടങ്ങി നിരവധി ദേവതകളും അവിടെ ഉണ്ട്. പോകുന്ന വഴിയിലായിട്ട് നിരവധി കടകളുണ്ട്, വ്യാപാരികൾ, അങ്ങനെ മൊത്തത്തിൽ നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ചില കടകളിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു.
ക്ഷേത്രത്തിന് സമീപത്ത് ഒത്തിരി കടകളുണ്ട്. പൂജാ സാമഗ്രികൾ അങ്ങനെയുള്ള കടകളുണ്ട്. കരകൗശല കടകൾ, ജ്വല്ലറി ഐറ്റംസ്, അങ്ങനെ നിരവധി കടകളുണ്ട്. പിന്നെ പ്രസാദങ്ങൾ അതേപോലെയുള്ള കടകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോവാണ്. ഈ ഫോട്ടോസ് എല്ലാം ഞങ്ങൾ അയോധ്യ ടെമ്പിളിൽ വെച്ച് എടുത്ത ഫോട്ടോസാണ്. അയോധ്യ ക്ഷേത്രത്തിൽ വന്നതും ശ്രീരാമനെ കണ്ട് പ്രാർത്ഥിച്ചതും എല്ലാം വളരെ വലിയൊരു അനുഗ്രഹമായാണ് ഞാൻ കരുതുന്നത്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുകയാണ് ദൈവത്തിനോട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ. അയോധ്യയിലെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.